നല്ല മഴ പെയ്ത കാരണം നമുക്ക് കപ്പയ്ക്ക് ചാരോടാ അല്ലേ? അതെ അതെ, ഇന്നലെ നമുക്ക് നല്ല മഴ കിട്ടി കേട്ടോ. മഴ കിട്ടി കഴിയുമ്പം നമ്മുടെ കപ്പയ്ക്ക് ചാരം ഇടാം. ഞാൻ ഇന്ന് ചാരം ഇടാൻ ഇറങ്ങിയേക്കുക കേട്ടോ. ഇതുകൊണ്ടോ കപ്പയൊക്കെ ഈ പരുവമാകുമ്പോൾ നമുക്ക് ചാരം ഇട്ട് കൊടുക്കണേ. അത് മഴ പെയ്തതിൻ്റെ പിറ്റേ ദിവസം ഇട്ട് കൊടുക്കുക, ഒത്തിരി നല്ലത്. നമ്മൾ കപ്പ ചുമ്മാ നട്ടാൽ പോരെന്നേ. കപ്പ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാട് പറിക്കണം, ഇട കളയ്ക്കണം, അതിൻ്റെ പുറകെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. എല്ലാം ചെയ്താലേ നമുക്ക് വിളവ് കിട്ടുകയുള്ളൂ. ഞാൻ കയ്യിൽ ഒരു ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പം നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരുന്ന് വൃത്തികേടായാലോ എന്നോർത്ത് ഞാനൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചാരമുണ്ട്. ഈ കപ്പയുടെ ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതുണ്ടോ ഈ കപ്പയ്ക്ക് നമുക്ക് ആരോഗ്യമുള്ള 2 തണ്ട് വെച്ചാൽ മതി കേട്ടോ. ഉണ്ടോ ഇതിപ്പോൾ ഇതൊന്ന് ഇത് 2 കൂടുതലുള്ളവരെ നമ്മളിങ്ങനെ ഓടിച്ച് കളയണേ. കാരണം ഇവർ 2 പേര് അങ്ങനെ 2 പേര് വന്നു കഴിയുമ്പോൾ നല്ല കരുത്തോടെ വന്നോളും കേട്ടോ. ഇനി എല്ലാത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ടെന്നേ. ചാരം ഇങ്ങനെ 2 കൈ കൊണ്ടും ഇതുപോലെ ഇങ്ങനെ വാരിയെടുക്കണം ചാരവേ. എന്നിട്ടുണ്ടല്ലോ കപ്പയുടെ തണ്ടേ മുട്ടിക്കരുത് കേട്ടോ. തണ്ടേ മുട്ടാതെ ആ ചുറ്റും അങ്ങിട്ട് കൊടുത്താൽ മതിയേ. കണ്ടോ, ഇങ്ങനെ കേട്ടോ കപ്പയ്ക്ക് ചാരം ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇത് പെട്ടെന്ന് മണ്ണിലോട്ട് എല്ലാം വേണ്ടി ഇങ്ങനെ പയ്യെ ഒന്ന് പോർച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് മണ്ണുമായിട്ട് മഴ പെയ്താലും പെട്ടെന്ന് മഴ പെയ്തൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിക്കോളും. അങ്ങനെ ഇത് നമ്മുടെ കപ്പയെല്ലാം ഇത്രയായി. ബാക്കി ചാരം കൂടെ ഇടട്ടോ. ചാരം കൂടെ ഇട്ടേച്ച് വരാവേ. അങ്ങനെ നമ്മളെ എല്ലാത്തിനും ചാരം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പുറം കുറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ആയില്ല. ഇച്ചിരി ഇല വരണം, വന്നിട്ട് ചാരം ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് നമുക്ക് അത് കഴിഞ്ഞിടാവേ. ഇത് വേണ്ട, ഇവിടെ നമ്മൾ കുറേ കപ്പ നട്ടിട്ടുണ്ട്. അടുത്ത് വന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാച്ചൻ ഇവിടെ കാന്താരിമുളക് പറിക്കുന്നുണ്ട് കേട്ടോ. കപ്പളങ്ങ കണ്ടോ. നിങ്ങളിതിന് എന്നാ പേര് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചെന്തെങ്ങ് പോയി എന്ന് ഞങ്ങൾ ഓർത്തോ കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ അത് ശരിയായി വരുന്നുണ്ട്. തേങ്ങയായി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഈ താഴെ കിടക്കണ പൂ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ ഇലഞ്ഞിയുടെ പൂവാണ് കേട്ടോ. നിങ്ങളെ ഞാൻ പെറുക്കി കാണിക്കാവേ. ചേട്ടൻ എന്നാ പറഞ്ഞേ? ചേട്ടൻ എലഞ്ഞിപ്പൂ കൂട്ടിയൊരു പാട്ടൊക്കെ പാടും. ഇതാ കേട്ടോ എലഞ്ഞിപ്പൂവ്. എന്നാ നല്ല മണമെന്നറിയാവോ. അതെ, മെയ് മാസത്തിലാണ്. ഈ മുല്ലപ്പൂവും എലഞ്ഞിപ്പൂവും ഒക്കെ കൂടുതലും മെയ് മാസത്തിലല്ലേ ഏട്ടാ? ഇതാ കേട്ടോ നമ്മുടെ ഇലഞ്ഞി. നിങ്ങൾക്കറിയാം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഇലഞ്ഞ കേട്ടോ. എന്നോ നല്ല മണമെന്നറിയാം. രാവിലെ കഥമൊക്കെ തുറന്നിങ്ങ് എടുക്കുമ്പോഴത്തേക്കും അല്ലേ ഇറങ്ങുമ്പോഴത്തേക്കും എന്ത് ഇലഞ്ഞിപ്പൂവിൻ്റെ മണമെന്നറിയാം. പിന്നെ ഒരെലഞ്ഞിയും കൂടെ ഉണ്ടേ. ഇതേ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു ഇലഞ്ഞി കേട്ടോ. ആ ഇലഞ്ഞിയുണ്ട്. അതേലും പൂവുണ്ടെന്നാണ് തോന്നണേ. അതേ പൂവായില്ല കേട്ടാ. ഉണ്ടോ, അതും ഒരു ഇലഞ്ഞിയാണേ. നല്ല മണോ ഫ്രണ്ടിലേക്ക് അത് തുറന്നിറങ്ങിയിരിക്കുമ്പോഴേക്കും. രാവിലത്തെ കാലാവസ്ഥ ഉണ്ടോ. നല്ലൊരു മഞ്ഞും കോടമഞ്ഞും ഒക്കെ മഞ്ഞൊക്കെ ആയിട്ട് എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ കടച്ചക്ക എല്ലാം തന്നെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തോന്നണം ഇപ്രാവശ്യത്തെ ചൂട് അധികമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാം തന്നെ ഇങ്ങനെ പൊഴിഞ്ഞു പോവുക. കണ്ടോ നമ്മുടെ കടച്ചക്ക ഉണ്ടോ. കുറേയൊക്കെ ഉണ്ട് കേട്ടോ. ഇലഞ്ഞിപ്പൂ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ വേണ്ടി നമ്മുടെ പൊക്കത്തിൽ കയറുക കേട്ടോ. പൊക്കത്ത് നോക്കിയാൽ പൂ പൂത്ത് നിൽക്കുന്നത് കാണാം. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണിക്കാൻ നിർത്തുക. നമ്മുടെ സോളാറാണ് കേട്ടോ. നമ്മുടെ ഇലഞ്ഞിയ ഇത് കണ്ടോ ഇലഞ്ഞിപ്പൂവ് കണ്ടോ. ഇലഞ്ഞിപ്പൂ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം മുട്ടും പൂവാണ്. ഏതൊക്കെയാലും ഇവിടം വരെയും കയറുകയല്ലേ. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചയും കൂടെ കാണാം കേട്ടോ. എല്ലാ ഓവും കരികൽ കയറി അടഞ്ഞ് കിടക്കുക. ഞാൻ ഇതൊക്കെ ഒന്ന് വാരി വിടട്ടെ. ഇനിയൊരു 1 മണിക്കൂറത്തെ പരിപാടി എനിക്കിവിടെയുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. നിറച്ചും വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നേ. കണ്ടോ നമ്മൾ ഓവിൽ കരികലെടുത്ത് വിട്ടപ്പോൾ വെള്ളം പോണുണ്ടോ. ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലോ ഞങ്ങൾ ഷിജിയാൻ്റെ അടുത്ത് പോവാണേ. ഇന്ന് ഷിജിയാൻ്റെ അടുത്ത് പോകുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ.
നാളെ ഷിജാൻറ്റി ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസിൻ്റെ അരങ്ങേറ്റം കേട്ടോ. ഷിജാൻറ്റിയുടെ ഡാൻസ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഷിജാൻറ്റിയും കൂടി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കാല് മാറി. ലാസ്റ്റ് അവൾ തന്നെയായി. ഇന്നിപ്പം അവരുടെ ഡാൻസിൻ്റെ ഫൈനൽ ഡേ. അപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അതിനുവേണ്ടി അവർ ഡാൻസ് സ്കൂളിലോട്ട് പോവുകയാണ്. അരങ്ങേറുന്നത് നാളെ കേട്ടോ. അപ്പം നാളെ ആയതുകൊണ്ട് നാളെ രാത്രിയിലാണ്. എവിടെ ഇടവിട്ടി എവിടെയൊന്നും അമ്പലത്തിൽ വെച്ചാൽ കേട്ടോ. അപ്പം പിന്നെ അന്നേരം രാത്രിയിലൊക്കെ ആയതുകൊണ്ട് പോകാൻ പാടായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പാടല്ലേ. അവിടെ രാത്രി പോകുന്നില്ല. ഇന്നിപ്പോൾ അവിടെ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കണമൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ ഓർത്തു. പിന്നെ അവരുടെ ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ഈ കളറാണ് കേട്ടോ. ഞാൻ കണ്ടത് അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഞാനും ഇതൊക്കെ ഇട്ടിപ്പോൾ ചെല്ലും കേട്ടോ. ചേരാൻ പറഞ്ഞപ്പോൾ കഴിയില്ലായിരുന്നു. ഇപ്പം പിന്നെ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ചെന്ന് അവരുടെ കൂടെയൊക്കെ നിന്ന് നിൽക്കാമല്ലോ, നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാമല്ലോ എന്നോർത്ത് ഇപ്പം അങ്ങനെ ഞാനും അങ്ങോട്ട് പോവുകയാണ്. അവളെ അതിൽ അനുഗ്രഹിച്ച് നമുക്ക് വിടാം കേട്ടോ. ഷിജി നേരത്തെ മുതൽ ചെറുപ്പന്മാരെ ഡാൻസ് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇടയ്ക്കൊന്നും ബ്രേക്ക് ആയി കല്യാണം കഴിഞ്ഞു. പക്ഷെ അരങ്ങേറിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഷിജിക്ക് ഒരു ആഗ്രഹം. മറ്റേ ഡാൻസ് ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ചെറിയ ഡാൻസുകാരിയും കലാകാരിയാണ് അവൾ. ചെറുപ്പത്തിൽ അല്ലാതെ മറ്റേ ഡാൻസിൻ്റെ ഒക്കെ അവൾ ചെറുപ്പത്തിൽ അരങ്ങേറിയതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കാവുകൊണ്ടെന്ന് പറഞ്ഞ അവിടെ വെച്ച് തന്നെ ഒരു ഗിരിജ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ കേട്ടോ പഠിപ്പിച്ചേ. ഇന്ന് പോയി നമുക്ക് അവളെ അനുഗ്രഹിച്ച് വിടാം കേട്ടോ. ഇപ്പോൾ പോയാലോ. ഇവിടെ വന്നപ്പം അവരൊക്കെ ഡ്രസ്സ് മാറും കേട്ടോ. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. ഞാനും ഇതുപോലെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരുടെ പോലെയൊക്കെ ആക്കി വെച്ചു. അവരുടെ പോലെ ഒന്നുമല്ല കേട്ടോ. അവരുടെ വേറെ ഭയങ്കര ട്രഡീഷണൽ രീതിയിലൊക്കെയാണ്. ഞാനും എൻ്റെ ഉള്ള ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ. ഏതൊക്കെ ഇവിടം വരെ വന്നാണല്ലോ. ഷിജിയുണ്ട്. ഷിജിയുടെ 2 കൂട്ടുകാരത്തികൾ കൊണ്ടു കേട്ടോ. അവരുടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണേ. ഡ്രസ്സ് മാറിയിട്ട് വരുമ്പം ഞാൻ കാണിക്കാം കേട്ടോ. അടിപൊളിയല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്യകല സ്റ്റുഡൻ്റ് ആട്ടോ. നമ്മൾ രവി സാറിൻ്റെ. നിങ്ങളുടെ ഡാൻസ് സ്കൂളിൻ്റെ പേരിന് നാട്യകല. സ്കൂൾ ഓഫ് ഡാൻസ്. ഓക്കെ 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 ഓക്കെ. അപ്പം ഇനി നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ? ഞങ്ങളിപ്പോൾ റെഡിയായി അവിടെ ചെല്ലും. ഇന്ന് ഞങ്ങളുടെ റിഹേഴ്സലല്ലേ? നാളെ അരങ്ങേറ്റം. ഇടവെട്ടി ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ 4 പേരുമാണോ ഒരു ഡാൻസ്? അതോ കുറേ പേരുണ്ടോ? ഞങ്ങൾ മൊത്തം നാളെ 34 പേര് കളിക്കുന്നുണ്ട്. 34 പേര്. ഓക്കെ. ഒരു 30 പേരോളം അരങ്ങേറോ. ഫസ്റ്റ് ടൈം രംഗപ്രവേശം. ബാക്കി 4 പേര് നേരത്തെ അരങ്ങേറിയവരാ. ഷിജി നേരത്തെ അരങ്ങേറിയിട്ടുണ്ട്. കൊച്ചിലെ ഞാൻ ക്ലാസിക്കലാ കേട്ടോ. ഞാൻ ഭരതനാട്യം ഒന്നും അറിയാതെ പറഞ്ഞു. ഭരതനാട്യം അല്ല കേട്ടോ, അവള് ക്ലാസിക്കലാണ്. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ അരങ്ങേറണമെന്ന്. അങ്ങനെ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹമായിട്ടാണ്. നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചോണ്ട് പോയതാ കേട്ടോ. ഞാൻ എൻ്റെ കൂടെ എല്ലാവരും കൂട്ടിയത് അവസാനം ഞാൻ മാത്രമായി. അതെ, ഞാനും ഷൈജിയും കാലും മാറി. എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ 4 പേരുടെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഏതാ പഹിപർവ്വത് വെച്ചാലോ? ദക്ഷിണ കൊടുക്കണേ. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ തലയ്ക്ക് മൂത്ത ആർക്കെങ്കിലും നമുക്ക് ദക്ഷിണ കൊടുക്കണം. റോയുടെ അനുഗ്രഹം എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ദക്ഷിണ കൊടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക്. അതെ, ചേട്ടൻ കൂടെ ഐശ്വര്യമുണ്ടല്ലോ. കള്ളി, നിനക്ക് ചേട്ടനാന്ന് എനിക്ക് അറിയാം. പോട്ടെ, നീ അതങ്ങ് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടന് ഭയങ്കരമായിട്ട് കല. ഇത്രയും ഞാൻ ഇവിടെ എത്തുന്നതിൻ്റെ ആ പാത്തിൽ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചേട്ടനാണ്. പിന്നെ ഇത് ഞാൻ തുടങ്ങിയത് എൻ്റെ ഷൈൻ ചേച്ചി, മൂത്ത ചേച്ചിയുടെ ഏറ്റവും വലിയ കൊതിയായിരുന്നു ആ ഡാൻസ് എന്നെ പഠിപ്പിച്ച്. അത് ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, നാളെ വരുമായിരിക്കും. അതെ അതെ, അവൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. ചെല്ലി ചേട്ടാ, ദക്ഷിണ പിടിക്കാൻ ചെല്ല. ചേട്ടൻ വാ. ചേട്ടാ ഐക്യങ്ങൾ വേണം. എല്ലാവിധ ഭാവങ്ങളും കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട്. നാളെ രാത്രിയിലൊക്കെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ വരാത്തത്. അല്ല, രാത്രിയല്ലേ ആരെങ്കിലും? രാത്രി 7 മണിക്ക് കേട്ടോ. അതൊരു ആ സമയം അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവർക്കും. അപ്പോൾ ഇതേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അവർ ഡാൻസ് സ്കൂളിലോട്ട് പോവുകയാണേ. ബൈ. എൻ്റെ ഒരു കൂട്ടുകാരത്തിയില്ലേ, അവിടെ വീട്ടിൽ വരെ ഒന്ന് പോവുകയാണേ. നമുക്ക് അവിടെ വീട് വരെ ഒന്ന് പോകാം. അവിടെ വീട്ടിൽ പോയിട്ട് അവളോട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പൂച്ചെടി കണ്ടു കേട്ടോ. നല്ല രസമാണ്. മണിമുല്ല എന്നാണ് കേട്ടോ അതിൻ്റെ പേര്.
അത് ഇങ്ങനെ പൂത്ത് കിടക്കണതാണ് ഭയങ്കര രസമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു നല്ല രസമാണെന്ന് പറഞ്ഞു. ഞാനിവിടെ തൊടുപുഴ കുറേ നഴ്സറിയിലൊക്കെ ഇത് അന്വേഷിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഒരിടത്തും അത് കിട്ടിയില്ല. അവൾ അതിൻ്റെ എന്തോ നട്ട് പിടിപ്പിച്ച് അത് കിളിപ്പിച്ച് ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് തരാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ എടുത്ത് പോവാം. പിന്നെ അവൾ ഓൺലൈനിൽ കുറേ പൂച്ചെടി വാങ്ങിച്ചു കേട്ടോ. പൂച്ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. എനിക്ക് പിന്നെ പൂച്ചെടിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ചിലത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് പൂച്ചെടിയൊക്കെ മേടിച്ച് അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതൊക്കെ കാണിക്കാം. നമുക്ക് അങ്ങോട്ട് പോയാലോ. ആരും ഇല്ല ചേട്ടാ. അവിടെ ഞാൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാം. അത് കുഴപ്പമില്ല. ഇവിടെ റെഡി ആയിട്ട് കൊണ്ട് കേട്ടോ. ഇന്നിപ്പോ പൂ തീരെ കുറവായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് മഴ ആയതുകൊണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ കുറവാ. നമുക്ക് കാണാവേ. ഉള്ളത് നമുക്ക് കാണാം കേട്ടോ. എത്ര എണ്ണം മേടിച്ചിട്ട് ഓൺലൈനിൽ ഇങ്ങനെ? 75 വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. 75 സൈസ്. എന്നിട്ട് എല്ലാം നട്ടുപിടിപ്പിച്ചു. എല്ലാം നട്ടിട്ടുണ്ട്. എത്ര കളറുണ്ടെന്ന് എണ്ണിയോ? ഞാൻ എണ്ണി നോക്കിയില്ല. അത് ഒരു ദിവസം എണ്ണായിരുന്നു നമുക്ക്. എല്ലാം കുറേ ശൈലിച്ച കളർ. റെഡൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല രസമുണ്ട് കേട്ടോ റെഡൊക്കെ കാണാൻ. ഇതിപ്പോൾ ഈ ചട്ടി തന്നെ എത്ര വെറൈറ്റി ആണെന്നുണ്ട്. റോസ് ഉണ്ട്, ഉണ്ടോ? ലൈറ്റ് റോസ് ഉണ്ട്. ഇതൊരു മജന്ത അല്ലേ? പിന്നെ ഇത് മഞ്ഞ, തീമഞ്ഞ, ഓറഞ്ച് കളറാണ്. തീമഞ്ഞ, ഇത് മഞ്ഞ. ഇത്രയും കളറുണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ ഒരു കളർ തന്നെയാണെങ്കിലും വെറൈറ്റി. ആ പൂവും ഇതും കണ്ടോ വ്യത്യാസം കണ്ടോ? ഇത് മറ്റേ പോലെ അല്ല ഇരിക്കണേ. ഒരു വലിയ ഏതളുണ്ട് 3-4 എണ്ണേ അല്ലേ? ഇതൊരു കുഞ്ഞിയ 2 എണ്ണം ഉണ്ടേ. ഇത് 2 കളർ കൂടിയതാട്ടോ. രസമായി ഓറഞ്ചൊക്കെ കാണാൻ. മഞ്ഞ, വേറെ മഞ്ഞ, നമ്മുടെ ഈ കണിക്കൊന്നയുടെ ഒക്കെ മഞ്ഞ നിറം അല്ലേ? ഇതും വേറെ അതിൻ്റെ തന്നെ വേറെ വ്യത്യാസമുള്ള കളറുണ്ടോ? വേറെ കളർ. അടിപൊളി. ഇത് കണ്ടോ? 3 വെറൈറ്റി അല്ലേ അത്? ഇത് 3 തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ മഞ്ഞ തന്നെയാണെങ്കിലും പല പല. ഈ മഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ മുമ്പേ കണ്ട മഞ്ഞയൊക്കെ വേറെ രീതിയിലാട്ടോ ഇരിക്കണേ. അവിടെ കണ്ട മഞ്ഞയൊക്കെ അത് ലൈറ്റ് മഞ്ഞയായിരുന്നു. അത് നല്ല അതാണേലും വേറെ അടിയിൽ കിടക്കണേ. ഈ റോസ് ആണെങ്കിലും മാങ്ങ കിടക്കുന്നുണ്ടോ? പഴുത്തോ? മാങ്ങ പഴുത്തു തുടങ്ങിയോ? ഇല്ല, മൂത്തിട്ടില്ലെന്നേ. അതാ നേരെ ക്രീം ഓഫ് വൈറ്റ് കേട്ടോ. ഓഫ് വൈറ്റ് കളറ്. ഈ മഞ്ഞയും വ്യത്യാസമുണ്ട്. ആ അവിടെ കണ്ട മഞ്ഞയിൽ. അതിൻ്റെ ചുറ്റുമുള്ള ഏതള വലിയ ഏതളേ. മറ്റേത് ഇതിൻ്റെ ഉള്ളിൽ കണ്ട വേറൊരു കളറും വരുന്നു. 2 കളറല്ലേ? ഇതൊക്കെ നമ്മുടെ ബൊഗൈൻവില്ല കേട്ടോ. ഇപ്പോൾ കുറേ ഇതിനകത്തൊരു ലൈറ്റ് റോസ് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉണ്ടോ? ഇത് കണ്ടോ വെള്ള. അത് ഇച്ചിരി കൂടെ നീട്ടമുള്ള പൂ കേട്ടോ അല്ലേ? വ്യത്യാസമുണ്ടോ വെള്ളപ്പൂവിന്? ഇത് കണ്ടോ? ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ? രണ്ടും 2 തരം പൂവാ. ഒരേ കളറാണെങ്കിലും വലുതാണേ. ഇത് കണ്ടോ വേറൊരു കളർ. ഇതാ ഇത് ഒരു കൊലയിലാ രണ്ടും. മറ്റേത് ഇതും 2 കളർ കണ്ടോ? റോസും വെള്ളയും കൂടെ കൂടിയതല്ലേ? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഇതുവരെ. ഒരു ദിവസം എണ്ണി നോക്കാം കേട്ടോ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ. ഇത് കണ്ടോ നല്ലൊരു വെള്ളം. അവിടെ ഉണ്ട് വെറൈറ്റി വെള്ള. ഇത് നമ്മുടെ ഇതുണ്ടോ? ഇത് വേറൊരു വെള്ളയല്ലേ? ഇതൊക്കെ വിടർന്ന് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ റോസപ്പൂ പോലെ ഇരിക്കുന്നു കേട്ടോ. 10 മണിപ്പൂ പോലെ ഒന്നുമല്ല. ഇതൊക്കെ കണ്ടോ റോസപ്പൂ പോലെ ഇരിക്കണേ. ഇതൊക്കെ കണ്ടോ? ഇതുണ്ടോ? നല്ല ഇതുണ്ട്. ഈ വെള്ള വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ അത് വിടരുന്ന സമയം ആവുന്നേ ഉള്ളൂ. അത് വിടർന്നില്ലല്ലോ ഇപ്പോൾ. ഇത് വേറെ വ്യത്യാസമുള്ള കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ മഴ അടുപ്പിച്ച് വന്നതുകൊണ്ട് ഇത് ഇപ്പോൾ കുറഞ്ഞതാണേ. ഇത് വേറൊരു കളറല്ലേ നമ്മളവിടെ കാണാത്ത കളർ. ഇതല്ല കളറ്.
ഒറ്റപ്പൂ നിൽക്കുന്നതൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ടല്ലേ അതൊക്കെ. ഇത് റോസപ്പൂ അല്ലെന്ന് ആരേലും പറയുമോ? എന്നെ സമ്മതിച്ച് തന്നേക്കണം കേട്ടോ. നിനക്ക് ഇതിൻ്റെ ഒരു ഇത് കൂട്ട് തുടങ്ങാമല്ലോ, കൃഷി തുടങ്ങാമല്ലോ. ആൾക്കാർക്കേ കുറേശ്ശെ കൊടുക്കുവാണേലേ എന്താണേലും ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് വേറൊരു പൂവാട്ടോ. ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ പൂവ്. ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ കൊടുത്തു വിട്ടാണ്. ആണോ? അയ്യോ അതൊന്നും ഇനി ശനിയാഴ്ച വരെ അവളെനിക്ക് മണിമുല്ലയുടെ തൈ തന്നാ കേട്ടോ. നിങ്ങൾ എന്നോട് ഇടയ്ക്ക് ചോദിക്കണം കേട്ടോ ഇത് എന്തായി എന്ന്. അല്ല ഞാൻ പൂച്ചയുടെ കാര്യത്തിൽ ഭയങ്കര ബലഹീനയാണേ. സൂപ്പർ, താങ്ക് യു. ഞാനിവിടെ എല്ലാ നഴ്സറിയിലും ചോദിച്ചു, ഒരിടത്തും ഇല്ല. മാങ്ങ കിടക്കണം കേട്ടോ, നിലത്ത് കിടക്കണം മാങ്ങ. ഇത് കേട്ടോ, ഇന്ന് പോയ വഴിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവർ പറയണം. ഞങ്ങളിതിന് മൾബറി പഴം എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല ഫസ്റ്റായിട്ട് പഴുത്തതാണേ. ഇത് നമ്മുടെ കയ്യെ തൊട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതുണ്ടോ ബ്ലഡ് പറ്റിയപോലെ ഇരിക്കും കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കയറിയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര മഴയൊക്കെയാണ് വരുന്നത്. മഴയ്ക്കുള്ള പുറപ്പാടൊക്കെയാണെന്ന് തോന്നുന്നു. ഏകദേശം നേരവും പോയല്ലേ ഏട്ടാ? നേരം പോയി. അതെ മഴ പെയ്യുന്ന ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ ഇത് ചൂട് കാരണം വേർത്ത് ഒഴുകും കേട്ടോ, ആവി കാരണം. മഴയ്ക്ക് കാര്യം കൂടെ കയറിയപ്പോഴത്തേക്കും ഭയങ്കര ആവിയായിരുന്നേ. ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ.